എന്തിട്ട് പരിപാടി മക്കളെ. അങ്ങനെ നമ്മൾ ആലോക് ബ്രോനോടും വീട്ടുകാരോടൊക്കെ ബൈ പറഞ്ഞിട്ട് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. നമ്മൾ ബീഹാറിൽ വന്നിട്ട് നമുക്ക് 2 ദിവസം സ്റ്റേ ചെയ്ത് നടന്ന വീടാണ് കേട്ടത്. ഈ വീട്ടിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീട്ടിലല്ല ബീഹാറിലെ ഒരുവിധം ഗ്രാമങ്ങളിലെ ഉള്ളിലത്തെ വീടുകളൊക്കെ ഈ പറഞ്ഞ പോലെയാണ്. ഉള്ളിൽ തേച്ചിട്ടുണ്ടാവില്ല, അടിയിൽ തേച്ചിട്ടുണ്ടാവില്ല. വീടിൻ്റെ ഉള്ളിലാണ് പശുക്കളിയും കന്നുകാലികളൊക്കെ വളർത്തുക. അപ്പോൾ അതിൻ്റെതായ രീതിയിലാണ് എല്ലാ വീടുകളെയും കാണാൻ പറ്റുക. അങ്ങനെ 2 ദിവസം നിന്നല്ല, അപ്പോൾ ഒന്നും കൂടി കണ്ടിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റായിട്ട് അമ്മോടും അച്ഛനോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അങ്ങനെ പോകുമ്പോൾ അവർ പറഞ്ഞു പോയിട്ട് ഇനി വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് വിളിക്കണം എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും ബൈയൊക്കെ പറഞ്ഞു. നമുക്കും ഫീലായി. 2 ദിവസം നിന്നാലും ഭയങ്കരമായിട്ട് അറ്റാച്ച് ആയിട്ട് നടന്നു. അവർ അത്രയും നമ്മളെ നന്നായിട്ടാണ് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട്. അങ്ങനെ അപ്പോൾ എല്ലാവരോടും അന്വേഷണമൊക്കെ പറഞ്ഞ് ബൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പോകും വഴിക്കാൻ ഞാൻ കുറേ പേര് സൈക്കിളോട്ട് പോകുന്നുണ്ട്. അവർ വന്നിട്ട് എന്നോട് ചോദിക്കുക എല്ലാവരുള്ള പ്രാക്ടീസാണോ? ഞാൻ പറഞ്ഞു പ്രാക്ടീസ് ഒന്നുമല്ല, വെറുതെ ഇറങ്ങിയതാന്ന് പറഞ്ഞു. നോക്കി നമ്മുടെ നാട്ടിൽ ആടിനി പശുവിനെ കൊണ്ട് നടക്കില്ല, അതേപോലെയാണ് പന്നികളെ കൊണ്ട് നടക്കണം. എൻ്റെ രസമല്ലേ. ഇവിടെ എന്ന് പറഞ്ഞാൽ കൃഷി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല മക്കളെ. എന്തോരോ ആൾക്കാർ ഫുൾ ടൈം എവിടെ നോക്കിയാലും കൃഷി സ്ഥലമാണ്. ഫുൾ ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ട്. അതൊരു വെറൈറ്റി കഴിച്ചാട്ടാ. നമ്മൾ വിചാരിക്കണ പോലെ ഒന്നല്ല. പക്ഷേ ഇവിടെ ഭയങ്കര ചീപ്പാണ് കൂലി എന്ന് പറഞ്ഞാൽ തീരെ ഇല്ല. അതാണ് പ്രശ്നം. അങ്ങനെ അവിടുന്ന് പോകുമ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പുഴയാണ്. എന്ത് പുഴയാണെന്ന് അറിയില്ല, പേരും കിട്ടണില്ല. അങ്ങനെ നോക്കുമ്പോൾ ഗംഭീര വലിപ്പം എന്ന് പറഞ്ഞാൽ എന്ത് വലിയതാണെന്ന് അറിയൂ, തീരുന്നില്ല. ചവിട്ടിനോട് തീരുന്നില്ല, അത്രയും വലിപ്പം. അപ്പുറ സൈഡിൽ വേറെ പാലം, പിന്നെ അത് കൂടാണ്ട് ഒരു റെയിൽവേ പാലം. അങ്ങനെ ഇതിപ്പോൾ പൊടി കുറച്ച് കൂടിയിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞത് സീനാണ്. ചൂടായി കഴിഞ്ഞാൽ എന്താ ചെയ്യാല്ലേ. ഇതെന്ന് പറഞ്ഞാൽ പണ്ട് ആൾക്കാർ വെള്ളം കോരി എടുക്കാൻ വേണ്ടി അടുത്തെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ആദ്യം കാണാൻ പറ്റി. ഇന്നത്തെ ഉറക്കം പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കിയില്ല. പെട്രോൾ പമ്പിൽ ടെൻ്റ് അടിച്ചു. അങ്ങനെ അവിടെ സെറ്റായി. ചൂട് രക്ഷയില്ല. ഇന്നത്തെ ഉറക്കം പോകുന്നു വന്നിട്ട് മക്കളെ.